ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷമാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ശംഖുമുഖം പാലസിൻ്റെ ഫ്രണ്ടിലാട്ടോ. പാലസ് ഇപ്പം നിലവിൽ പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിലാണെങ്കിലും നമുക്ക് പുറമേ നിന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ട്രീറ്റ്മെൻറ്റായിട്ട് ഇതൊരു ആയുർവേദ ഹോസ്പിറ്റലാണ്. ട്രീറ്റ്മെൻറ്റായിട്ട് കയറുവാണെങ്കിൽ നമുക്ക് ഉള്ളിലൊക്കെ കാണാം. ഞാനിപ്പോൾ എന്തായാലും ഉള്ളിലേക്കൊന്നും കയറുന്നില്ല. പുറമേ നിന്നുള്ള കുറേ ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ബീച്ച് റോഡിൽ നിന്ന് ഏകദേശം 100 മീറ്റർ ഉള്ളിലായിട്ടാണ് ശംഖുമുഖം പാലസ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ആറാട്ട് മണ്ഡപത്തിന്റെ നേരെ എതിർവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ശംഖുമുഖം കൊട്ടാരം അഥവാ തെക്കേ കൊട്ടാരം പഴയ കാലത്ത് തിരുവിതാംകൂറിലെ രാജകുടുംബത്തിന്റെ ഒരു വാസസ്ഥലമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. അതിഥി സൽക്കാരത്തിനും അതുപോലെ ആറാട്ട് എഴുന്നള്ളിപ്പ് നടക്കുന്ന സമയങ്ങളിലുമാണ് ഈ കൊട്ടാരം കൂടുതലായിട്ടും ഉപയോഗത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. നമുക്ക് ഉള്ളിൽ കയറി കാണാനുള്ള പെർമിഷൻസ് ഒന്നുമില്ല. മറിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെന്റിനെ ബേസ് ചെയ്ത് അവിടെ ചെന്നാൽ അതിന്റെ ഉള്ളെല്ലാം കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പുറമേ നിന്ന് ഒരാളെയും അതിന്റെ ഉള്ളിലേക്ക് കയറാൻ അനുവദിക്കുന്നില്ല. ഒരു കാലഘട്ടത്തിൽ നാശോന്മുഖമായി കിടന്നിരുന്ന ഈ കൊട്ടാരം പുതുക്കി പണിയുന്നതിന് ഒരു ശുപാർശ വെച്ചു. അങ്ങനെ 2010 ഈ കൊട്ടാരം പുതുക്കി പണിയുകയാണ് ചെയ്തത്. നവീകരിച്ച് ഇതൊരു ആർട്ട് മ്യൂസിയം ആക്കി മാറ്റുന്നതിനും അതുപോലെ കലാകാരന്മാരുടെ ഒരു സ്ഥിരം വേദിയാക്കി മാറ്റുന്നതിനുമുള്ള ഒരു തീരുമാനമെടുക്കുകയും തുടർന്ന് 25 ലക്ഷം രൂപയോളം ചെലവഴിച്ച് നഗരസഭ ഇത് നവീകരിക്കുകയും ചെയ്തു. എന്നാൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതെ ഇത് ആരംഭം കുറിക്കുകയും തുടർന്ന് പൂർണ്ണമായി നിശ്ചലമാവുകയുമാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓരോ തവണയും ഇവിടെ എത്തുന്നവർക്ക് പുത്തൻ കാഴ്ചകൾ ഉറപ്പാക്കാനും അതുപോലെ പുതിയ പുതിയ ഫിലിം ഷോകൾ നടത്താനും കലാചർച്ചകളും ലൈവ് പെയിന്റിങ്ങും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇവർ മുന്നിൽ കണ്ടത്. എന്നാൽ വേണ്ടത്ര വിജയത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. തുടർന്ന് പദ്ധതികൾ പാതി വഴിക്ക് ഉപേക്ഷിച്ച് ഇത് പ്രൈവറ്റ് വ്യക്തികൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബൈ.